എത്ര പറഞ്ഞാലും തീരാത്ത ഒന്നാണ് മുട്ട മാഹാത്മ്യം. മലയാളിയുടെ തീന്മേശയിൽ മുട്ടയില്ലാത്ത ദിവസം ഉണ്ടാവാനേ വഴിയില്ല. മുട്ടയെപ്പറ്റി പല മിഥ്യാധാരണകളുമുണ്ടെങ്കിലും വിദഗ്ധർ ഉറപ്പിച്ചു പറയുന്നു, ഉള്ളംകൈയിലൊതുങ്ങുന്ന ഇത്തിരി കുഞ്ഞൻ മുട്ട പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണെന്ന്. നമുക്കിപ്പോൾ എഗ്ഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈ പ്രോട്ടീനാണ്. 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എഗ്ഗിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു സാധാരണ ഒരാളെന്നുണ്ടെങ്കിൽ 1 to 2 എഗ്ഗ് വരെ ഓക്കെയാണ്. യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. വൈറ്റമിൻസ് ആയാലും മിനറൽസും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എഗ്ഗ് യോക്കിലാണ്. കൊളസ്ട്രോൾ ലെവൽ എന്തായാലും ഉണ്ടാവും. അപ്പം അത് ഗുഡ് കൊളസ്ട്രോൾ ആണ്. നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് അതുകൊണ്ട് എന്താണ് പർപ്പസ് എന്ന് ചോദിച്ചാൽ ഹാർട്ട് ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാലറി വൈസ് വരുമ്പോഴത്തേക്കും ഡക്കിൽ കുറച്ചും കൂടെ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ നോർമലി ഉള്ള ലൈഫിൽ ഏറ്റവും കൂടുതൽ വൈറ്റ് എഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 6 to 7 ഗ്രാം പ്രോട്ടീനാണ് പെർ എഗ്ഗിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഒരു 60 തൊട്ട് 70 ഗ്രാം വരെ സാധാ സൈസിലുള്ള എഗ്ഗിൽ നമുക്ക് കാലറി കിട്ടുന്നുണ്ട്. പക്ഷേ ഡക്കിൻ്റെ എഗ്ഗാകുമ്പോൾ കുറച്ചുകൂടെ കൂടും. അതുപോലെ തന്നെ ഫാറ്റിൻ്റെ അളവിന് ഡിഫറൻസ് വരാറുണ്ട്. അപ്പോൾ എഗ്ഗ് എങ്ങനെയൊക്കെ കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓംപ്ലേറ്റ് ആയിട്ട് കഴിക്കാം, നമുക്ക് ബോയിൽ ചെയ്ത് കഴിക്കാം, ഗ്രില്ല് ചെയ്ത് നമ്മൾ ഓയിൽ വിത്തൗട്ട് ഓയിലിൽ നമുക്ക് ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ ഇപ്പോൾ എയർ ഫ്രയർ ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് വേറെ വരുന്നുണ്ട്. അങ്ങനെ എടുക്കാം. പിന്നെ പോച്ച്ഡ് എഗ്ഗ് എന്ന് പറഞ്ഞിട്ടുള്ളതിലെടുക്കാം. ഡിഫറെൻറ്റ് വെറൈറ്റീസിലെടുക്കാം. പിന്നെ കഴിവതും ഓയിൽ യൂസ് ചെയ്യാതെ എടുക്കുമ്പോൾ അത്രയും നമുക്ക് നല്ലതാണ്. ആരോഗ്യ സംരക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നവർക്കും ജിമ്മന്മാർക്കും ഏറെ പ്രിയങ്കരമാണ് മുട്ട. മാസം ഒരു തുക തന്നെ അതിനുവേണ്ടി മാറ്റിവെക്കുന്നവരുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഒരു 15 മുട്ട കഴിക്കുന്നെങ്കിൽ ഇത് ഒരു മന്ത്ലി ആകുമ്പോൾ 2000 മുകളിൽ കൂടെ ആകും. 2000 ആകും. ചിലപ്പോൾ അതിൻ്റെ കൂടാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ 15 വെച്ചിട്ട് ചിലപ്പോൾ 16, 17 അങ്ങനെ കൂട്ടുമ്പോൾ എമൗണ്ട് വ്യത്യാസമാകും. 2000 മുകളിൽ തന്നെ ആകും ഒരു മാസം മന്ത്ലി. ഇത്തിരി കുഞ്ഞനെങ്കിലും രുചി കൊണ്ടും ഗുണം കൊണ്ടും ഒരു ഭീകരൻ തന്നെയാണ് ഈ മുട്ട. അപ്പോ ആരോഗ്യ സംരക്ഷണത്തിനായി ഇന്നു മുതൽ ഓരോ മുട്ട വീതം കഴിച്ചു തുടങ്ങിയാലോ? മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.